ചർച്ചയ്ക്കിടയിൽ ഒരു BJP നേതാവ് ഈ രാജ്യത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കും എന്ന് പറഞ്ഞൊരു കേസാണ് സാർ. അത് നിസ്സാരമായൊരു വിഷയമാണ്, ഗൗരവമല്ലാത്തൊരു വിഷയമാണ് എന്ന് അങ്ങ് പരാമർശത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം ഞാൻ ഈ സഭയിൽ രേഖപ്പെടുത്തുന്നു. സാർ, രാജ്യത്തെ ഏറ്റവും വലിയ ഒരു നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട ഉതിർക്കുന്ന സംഭവം ഈ നിയമസഭയിൽ വന്ന് ഈ ഗവൺമെന്റ് മറുപടി പറയണ്ടേ? അയാൾക്കെതിരായി 2 ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് അയാളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ശ്രമം നടത്തുന്നു. ഞങ്ങൾക്ക് അതിൽ ശക്തിയായ എതിർപ്പുണ്ട്. അയാളെ കേസ് പോലും എടുത്തത് ഇന്ന് നിയമസഭയിൽ VD സതീശൻ പിണറായി വിജയനെ നിർത്തി പൊരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ BJPയുടെ ഒരു നേതാവ്, പേര് ഞാൻ പറയുന്നില്ല കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അയാളുടെ പേരും ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ പേര് പറഞ്ഞിട്ട് ഈ അറിയാത്ത ഈ ഊളയെ, ഈ സംഘി ചാണകത്തെ നാട്ടുകാരുടെ ഇടയിൽ പ്രശസ്തനാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഈ സംഘി ചാണകം നടത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്നാണ് പറഞ്ഞത്. അത് ഒരു തവണയല്ല, ആവർത്തിച്ച് പറയുന്നു രാഹുലിനെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തുമെന്ന്. അപ്പോ രാഹുലിനെ ഇങ്ങനെ വെടിവെച്ച് വീഴ്ത്തണം, രാഹുൽ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സംഘ് പരിവാറിനെ കുഴലൂതുകയും പരാതി നൽകിയിട്ട് പോലും കേസെടുക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ തയ്യാറാവാത്ത ഒരു പോലീസിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായിട്ട് പിണറായി വിജയൻ അധികാരത്തിലേറിയതിൽ പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ കാണുന്നു, മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിന്റെ പേരില്, ഈ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതിന്റെ പേരില് പല ആളുകൾക്കെതിരെയും കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അവരുടെയൊക്കെ വീടുകളിൽ റെയ്ഡ് പോലും ചെയ്യുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ഇത് ഒരു RSSന്റെ ഒരു സംഘ് പരിവാറിന്റെ ഒരു നേതാവ് ഇത്തരത്തിൽ കേരളത്തിൽ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണഘടനയിലുള്ള ഒരു പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിൽ അയാളെ വെടിവെച്ച് വീഴ്ത്തുമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിയിട്ട് അതിലൊരു ചെറുവിരൽ അനക്കാൻ പറയുന്ന പിണറായി വിജയൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. പരാതി നൽകിയിട്ട് പോലും തയ്യാറാവുന്നില്ല. എന്താണ് ഇതിന്റെ ഒരു ആഭാസകരമായ ഒരു സാഹചര്യം എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു വ്യക്തിക്കെതിരെ, അതും ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കുന്നു. ഈ വധഭീഷണി മുഴക്കുന്ന സാഹചര്യം കൂടി നമ്മളൊന്ന് ഓർക്കണം കേട്ടോ. കാരണം അയാളുടെ അച്ഛൻ രാജീവ് ഗാന്ധി, അയാളുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി, ഇവരൊക്കെ ഈ രാജ്യത്ത് ജീവിച്ച് മരണപ്പെട്ടത് ഒരു സാധാരണ മരണമായിരുന്നില്ല ഇവരുടേതൊന്നും. ഇവരെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിയത് തന്നെയാണ്. അങ്ങനെ തൻ്റെ പിതാവിനെയും തൻ്റെ മുത്തശ്ശിയെയും വെടിവെച്ച് വീഴ്ത്തിയ അതേ രീതിയിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെയും വെടിവെച്ച് വീഴ്ത്തുമെന്ന് ഒരു സംഘ് പരിവാറുകാരൻ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണുകയാണ് കേരളത്തിലെ ഈ പറയുന്ന പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയന്റെ സഖാക്കളും എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ എന്ന് പറയുന്നത് അവരുടെ എതിർചേരിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇവരുടെ ഈ രാഷ്ട്രീയ അന്ധത എന്ന് പറയുന്നത് ഒരു മാന്യത വേണ്ടേ? നമ്മൾ രാഷ്ട്രീയ എതിർപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വെടിവെച്ച് വീഴ്ത്തുമെന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ ഒരു നിയമ നടപടി എടുക്കേണ്ടതില്ലേ? അങ്ങനെ ഇതൊക്കെ നിസാര കാര്യമായിട്ട് തള്ളിക്കളയുവാൻ പിണറായി വിജയൻ ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ പിണറായി വിജയന് കുഴലൂതുന്ന സ്പീക്കർ AN ഷംസീർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ട് ഇത് ഗുരുതരമല്ല, ഇത് നിസാര കാര്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. അടിയന്തര പ്രമേയത്തിന് എന്തിനാ നോട്ടീസ് നൽകിയത്? പരാതി നൽകിയിട്ടും പിണറായി വിജയന്റെ പോലീസ് കേസെടുക്കുവാനോ അന്വേഷണം നടത്തുവാനോ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യുവാനോ അയാളെ അറസ്റ്റ് ചെയ്യുവാനോ തയ്യാറാവുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അബദ്ധത്തിൽ ഒരാൾ പറഞ്ഞ കാര്യമാണെങ്കിൽ ഓക്കെ, അത് അബദ്ധത്തിൽ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞു, അതിന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർക്കാം നമുക്ക്. ഇത് അങ്ങനെയല്ല. പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ വ്യക്തി പറയുന്നത് നമ്മൾ കേട്ടു. ആ ക്ലിപ്പുകൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ഇവിടെ കേൾപ്പിക്കാത്തത് കാരണം അതൊക്കെ കേൾപ്പിച്ചു കൊണ്ടുള്ള നമ്മളതിൽ ഒരു ചർച്ച നടത്തിയത് കൊണ്ടാണ് വീണ്ടും ആ ക്ലിപ്പുകൾ ഉൾക്കൊള്ളിക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇവർ ഇത്തരത്തിൽ ഭീഷണികൾ മുഴക്കുക, അവരെ ഇത്തരത്തിൽ
കായികമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് സംഘ് പരിവാറിന്റെ അജണ്ടയാണ്. അതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിലാണല്ലോ ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിനെ ഈ പറയുന്ന ഗോഡ്സെയും ഗോഡ്സെയുടെ അനുയായികളും ചേർന്ന് വെടിവെച്ച് വീഴ്ത്തിയത്. അതിൽ സംഘ് പരിവാറിന്റെ പങ്കെന്താണെന്ന് ചോദിച്ചാൽ സംഘ് പരിവാറാണത് ചെയ്തത്. സംഘ് പരിവാറാണത് ചെയ്തത്. അതിൽ വേറെ പങ്കിന്റെ ആവശ്യമില്ല. സംഘ് പരിവാറാണ് എല്ലാം ചെയ്തത്. അപ്പൊ സംഘ് പരിവാർ ഇതാണ് അവരുടെ ആശയം എന്ന് പറയുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ട് അതിലൊരു നിയമ നടപടി എടുക്കാൻ നമ്മുടെ കേരളത്തിൽ നമ്മൾ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയും അതുപോലെ വലിയ നമ്മൾ മലയാളികളാണ്, നമ്മൾ കേരളത്തിലാണ്, നമ്മൾ മതേതരത്വമാണ്, നമ്മൾ ജനാധിപത്യമാണ്, നമ്മൾ സൗഹാർദ്ദപരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ഭീഷണിക്കെതിരെ അത് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് പരസ്യമായ ഭീഷണി ആവർത്തിച്ച് വെടിവെച്ച് വീഴ്ത്തുമെന്ന് പറയുന്ന ഭീഷണി ഉണ്ടായിട്ട് പോലും അതിനെതിരെ ചെറുവിരലിറക്കാൻ കേരളത്തിലെ പിണറായി പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നതാണ് ഈ പിണറായിയും RSSും തമ്മിലുള്ള ബാന്ധവം എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുവാൻ വേണ്ടി, ഇവിടുത്തെ മതേതര മനസ്സുകൾക്ക് ഇല്ലാതെയാക്കുവാൻ വേണ്ടി, ഇവിടെ കോൺഗ്രസ് ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്ന RSSന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി സഖാവ് പോലും. പിണറായിയുടെ ചിന്തകൾ പലപ്പോഴും പിണറായിയുടെ ആശയവും ആദർശവും ഈ പറയുന്ന RSSന് മുന്നിൽ കീഴ്പ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണുകയാണ് എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് തന്നെ ഇത് വളരെ വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയിട്ട് അതിൽ ഒരു നടപടിയെടുക്കാൻ, പരാതി നൽകിയിട്ട് പോലും നടപടിയെടുക്കാൻ ഈ പറയുന്ന ഇത് പരാതിയൊന്നുമില്ലാതെ സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കേണ്ട, അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള നാറികളെയും തെമ്മാടികളെയും ക്രിമിനലുകളെയും ഈ പറയുന്ന സംഘ് പരിവാറിന് കുഴലൂതുന്ന ആളുകളായിട്ട് കേരളത്തിന്റെ പോലീസ് മാറാൻ പാടില്ല. പിണറായിയുടെ താല്പര്യങ്ങൾ ഉണ്ടാകുമാക്കാം ഈ കാര്യത്തിൽ എന്ന് മാത്രമല്ല, RSSനെ സുഖിപ്പിച്ചുകൊണ്ട് RSSനെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ട് നടക്കേണ്ട ചില ആവശ്യങ്ങൾ പിണറായി വിജയൻ ഉണ്ടായേക്കാം എന്ന് കരുതിയിട്ട് ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു കാര്യം, ഒരു വധഭീഷണി മുഴക്കിയിട്ട് അതിൽ ഒരു നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ നിയമസംഹിത, നിയമവ്യവസ്ഥ, നിയമ നടപടികൾ, നിയമത്തിന് വേണ്ടിയിട്ട് ഇത്രയധികം പണം വാരിക്കോരി ചെലവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോലീസ് സേന തന്നെ എന്തിനാണ്? ഇത് VD സതീശൻ മാത്രമല്ല കേട്ടോ, ഇന്നിപ്പോ ഷാഫി പറമ്പിലും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ മാത്രമല്ല, കോൺഗ്രസിന്റെ എല്ലാവരും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല മുതൽ സണ്ണി ജോസഫ് മുതൽ അങ്ങനെ തുടങ്ങി കോൺഗ്രസ്സുകാരെല്ലാം ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങൾ, ഈ നടപടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നത്. നടപടി ഉണ്ടായല്ലേ മതിയാകൂ. മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ്, സോഷ്യൽ മീഡിയയുടെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്ന പോലീസിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയവനെതിരെ ഒരു കേസെടുത്ത് അന്വേഷണം നടത്തി അവനൊന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള അന്തർധാര? ഇവർ തമ്മിലുള്ള ഈ വഴിവിട്ട ബന്ധം എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ പിണറായി വിജയൻ മൗനം പാലിക്കുന്നത്? ഇതിനെതിരെ പ്രതിഷേധിക്കുവാനോ ഈ പറയുന്ന ഈ ഒരു പ്രവർത്തിക്കെതിരെ ഒരു വാക്ക് ഉരിയാടുവാനോ പിണറായി വിജയൻ തയ്യാറാവുന്നില്ല. പിണറായി വിജയൻ വാക്കുരിയാടേണ്ടതെന്നേ പിണറായി വിജയന്റെ പോലീസ് ഇതിൽ നിയമ നടപടി ഉണ്ടായാൽ മതി. ഒരു രാജ്യത്ത് ഒരു നിയമം എന്ന് പറയുന്ന ഒരു നിയമവ്യവസ്ഥയുണ്ടല്ലോ, ആ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് മാത്രം പിണറായി വിജയൻ പ്രവർത്തിച്ചാൽ മതി. പിണറായി വിജയൻ താങ്കളുടെ രാഷ്ട്രീയ എതിരാളിയാണ് രാഹുൽ ഗാന്ധി, അതുകൊണ്ട് അയാൾക്കെതിരെ വരുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ബോധവാനല്ല എന്ന് പറഞ്ഞു, ഓക്കെ, അത് കുഴപ്പമില്ല. അതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാവുന്ന താങ്കൾ ഇത്തരത്തിൽ താങ്കളുടെ കേരളത്തിൽ താങ്കളുടെ മൂക്കിന് തുമ്പത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഭീഷണികളും ഈ ഭയപ്പെടുത്തലുകളും ഒക്കെ, ഇത്തരത്തിലുള്ള ഭീഷണികൾക്കെതിരെ താങ്കൾക്ക് നിയമപരമായി നേരിടാനുള്ള അധികാരമുണ്ടല്ലോ. ആ അധികാരം വെച്ചുകൊണ്ട് ഈ പറയുന്ന സംഘ് പരിവാറുകാരനെ, ഈ സംഘ് പരിവാറിന്റെ ചെറ്റയെ പൂട്ടാൻ താങ്കൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധമാണ് താങ്കളും ഈ പറയുന്ന RSSും തമ്മിലുള്ളത്?
എന്താണ് അതിന്റെ കാരണം? അത് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ താങ്കൾ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് RSSന് വേണ്ടി ഇങ്ങനെ വിടുപണിയെടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് പിണറായി വിജയൻ എത്തിച്ചേർന്നത്? ആരെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്? എന്തൊക്കെ സംരക്ഷിച്ചു പിടിക്കുവാനാണ്? താങ്കൾ അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് RSSനെ പിണക്കാൻ കഴിയില്ല, RSSനെ പിണക്കി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന പോലെയുള്ള ദൂഷ്യങ്ങൾ ഉണ്ടാവും, അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, എന്തൊക്കെയായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ താങ്കൾ നേരിടേണ്ടി വരിക എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ താങ്കൾ ബാധ്യസ്ഥനാണ്.